അറബികളൊന്നും പ്രശ്നം ഉണ്ടാക്കുന്നത്, നേരെ മറിച്ച് അറബികളോട് പ്രശ്നമുണ്ടാക്കി ആ അറബികളുടെ നാട്ടിലാണ് ഈ യഹൂദന്മാർക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ബ്രിട്ടൻ അവിടെ സ്ഥാപിച്ചു കൊടുക്കുന്നത്. അന്ന് ബ്രിട്ടൻ അത് ഈ പറയപ്പെടുന്ന ഫലസ്തീനിൽ കൊണ്ട് സ്ഥാപിക്കാതെ ഈ ജൂതരാഷ്ട്രം ബ്രിട്ടന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന ഇന്ത്യയിലോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെയാണ് കൊണ്ട് സ്ഥാപിക്കുന്നതെങ്കിൽ നമ്മൾ അവർക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യില്ലേ? നമ്മുടെ നാട്ടിൽ വന്ന് നമ്മളെ അവിടെ നിന്ന് മാറ്റി വേറെ കുറെ ആളുകളെ അവിടേക്ക് കൊണ്ടുവന്ന് അവർക്കൊരു രാജ്യം സ്ഥാപിച്ചു കൊടുക്കാൻ വേറൊരു രാജ്യം തീരുമാനിച്ചാൽ അവർക്കെതിരായിട്ട് പോരാട്ടം ഉണ്ടാവുകയില്ലേ? ആ പോരാട്ടമാണ് അറബികൾ ഇസ്രായേലിനെതിരെ നടത്തുന്നത്. നമുക്കറിയുന്നത് പോലെ ഈ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് യേശു ക്രിസ്തുവിനെ കാണുന്നത് ഏറ്റവും മോശപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിലാണ്. യേശുവിൻ്റെ അമ്മയായ മറിയം ബീവി റോമൻ പടയാളിയായിട്ടുള്ള പാന്ത്ര എന്ന് പറയുന്ന ഒരാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുണ്ടായ ജാരസന്തതിയാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രവാചകനോ മിശിഹയോ ഒന്നുമല്ല. അദ്ദേഹം ഒരു മന്ത്രവാദിയായിരുന്നു. അങ്ങനത്തെയുള്ള തന്ത്രങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ആളുകളെ വഴിതെറ്റിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിനെ ക്രൂശിച്ചു കൊന്നു, കൊല്ലപ്പെടേണ്ട വ്യക്തി തന്നെയാണ്, ശപിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന് യഹൂദന്മാർ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അത് അവരുടെ തൽമൂദിൽ പഠിപ്പിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ക്രൈസ്തവരും അവരും തമ്മിൽ പ്രശ്നങ്ങളിലേക്ക് പോയി. പിന്നീട് ഈ റോമൻ സാമ്രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് ഈ ക്രൈസ്തവ സമൂഹം വരികയും അങ്ങനെ റോമൻ സാമ്രാജ്യം ഒരു ക്രൈസ്തവ മതരാഷ്ട്രമായി മാറിയപ്പോൾ അവരുടെ കീഴിലുണ്ടായിരുന്ന യഹൂദന്മാരെ അവർ പീഡിപ്പിക്കാൻ തുടങ്ങുകയും അവരുടെ തൽമൂദുകൾ കത്തിച്ചു കളയുകയും അത് പിന്നീട് നമ്മൾ നോക്കിയാൽ 12ാം നൂറ്റാണ്ടിലും ഫ്രാൻസിലും അതിനുശേഷം പിന്നീട് യൂറോപ്പിലും ഒക്കെ വളരെ ശക്തമായ രൂപത്തിൽ ആൻറ്റി സെമിറ്റിസം, യഹൂദന്മാർക്കെതിരായിട്ടുള്ള വലിയ മോബ് ലിഞ്ചിങ്ങും അതേപോലെ യഹൂദന്മാരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വ്യാപകമായി നടന്നു. അങ്ങനെ റഷ്യയിലും പോളണ്ടിലും ജർമ്മനിയിലും അടക്കം സകല സ്ഥലത്തും ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ എവിടെ പോയാണ് രക്ഷപ്പെടുക, ഇതിനെന്താണ് ഒരു പരിഹാരമെന്ന് ആലോചിച്ചപ്പോൾ ഒരു യഹൂദനായിട്ടുള്ള തിയോഡർ ഹെർസൽ എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹം ഒരു പ്ലാൻ മുന്നിൽ വെക്കുന്നു. ഈ യഹൂദന്മാരായിട്ടുള്ള ആളുകൾ മറ്റ് നാടുകളിൽ ഇങ്ങനെ ചിതറി താമസിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് പ്രശ്നമുണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ലോകം അംഗീകരിച്ച് ഈ വൻരാജ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് യഹൂദന്മാർക്ക് ഏതെങ്കിലും നാട്ടിൽ ഒരു യഹൂദ രാജ്യം അവർക്ക് കൂടി താമസിക്കാനുള്ള ഒരു സൗകര്യം കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം അതിനുവേണ്ടിയുള്ള പ്രചരണങ്ങളൊക്കെ ആരംഭിക്കുന്നു. ഈ ആരംഭിക്കുന്ന സമയത്ത് തിയോഡർ ഹെർസലിനെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനിലേക്ക് വരണമെന്നില്ല എന്ന് മാത്രമല്ല, അന്ന് യഹൂദന്മാരെ സംബന്ധിച്ചോളം ഫലസ്തീൻ ഒരു താല്പര്യമുള്ള സ്ഥലവുമല്ല. കാരണം ഈ പീഡനമൊക്കെ നടക്കുന്ന സമയങ്ങളിൽ വെറും 2% യഹൂദന്മാരാണ് ഫലസ്തീനിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിച്ചുള്ളൂ. അവർ കൂടുതലും പോയത് മറ്റ് രാജ്യങ്ങളിലേക്കും അതേപോലെ തന്നെ ഓട്ടോമാൻ സാമ്രാജ്യത്തിലേക്കുമാണ് അവർ പോയത്. എന്നാൽ ഇതേ കാലഘട്ടത്തിൽ തന്നെ ക്രൈസ്തവരിൽപ്പെട്ട പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ സയണിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തുകയും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ബൈബിളിനെ പുതിയ രൂപത്തിലൊന്ന് ദുർവ്യാഖ്യാനിച്ചപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ യഹൂദന്മാർ ലോകാവസാനം ഈ ഫലസ്തീനിലേക്ക് മടങ്ങി വരും എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് അവരുടെ ഇടയിൽ ഒരു പ്രചരണത്തിൽ വരികയും അങ്ങനെ ഈ ക്രൈസ്തവ സയനിസത്തിൻ്റെ ആളുകൾ അവർ പോയിട്ട് തിയോഡർ ഹെർസലുമായിട്ടും അതേപോലെ കെയിം വൈസ്മാനുമായിട്ടൊക്കെ അവർ ചർച്ച നടത്തുകയും ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ പവറിനെ സ്വാധീനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫലസ്തീനിലേക്ക് മടങ്ങാനുള്ള സൗകര്യം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ യഹൂദ നേതാക്കന്മാരായിട്ടുള്ള തിയോഡർ ഹെർസലും കെയിം വൈസ്മാനും ഒക്കെ അവർ നിരീശ്വരവാദിയാണ്, അവർക്ക് ദൈവവിശ്വാസമില്ല, അവർക്ക് മൂസാ നബിയിലോ ബൈബിളിലോ ഒന്നും വിശ്വാസമില്ല എങ്കിൽ പോലും ഈ ക്രൈസ്തവ സയനിസ്റ്റുകളോടൊപ്പം കൂടിയാൽ നമുക്ക് ഒരു രാജ്യം കിട്ടും, അതിന് ബ്രിട്ടനെയും അമേരിക്കയൊക്കെ സ്വാധീനിക്കാൻ ഈ ആളുകൾക്ക് കഴിയും, കാരണം ഇവിടെയൊക്കെ ഉള്ള പൊളിറ്റിക്കൽ പവറുമായിട്ട് ഇവർക്കൊക്കെ ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ക്രൈസ്തവ സയനിസ്റ്റുകളും ജൂത സയനിസ്റ്റുകളോട് ഒരുമിച്ച് ചേർന്ന് അവർ മുന്നോട്ട് പോവുകയും അത് പിന്നീട് ബാൽഫർ ഡിക്ലറേഷനിലേക്കൊക്കെ പോയി ഇന്ന് കാണുന്ന രൂപത്തിൽ അറബികളുടെ നാട്ടിൽ അവിടെ അന്ന് ജീവിച്ചിരുന്ന ഏതാണ്ട് 7 ലക്ഷത്തോളം വരുന്ന അറബികളെ അവിടുന്ന് മാറ്റി അവിടേക്ക് ജൂതരാഷ്ട്രം കൊണ്ട് സ്ഥാപിക്കുകയാണ് ചെയ്തത്. അതിനു മുമ്പ് അവിടെ ജീവിച്ചിരുന്ന യഹൂദന്മാരും മുസ്ലിങ്ങളും തമ്മിൽ ഫലസ്തീനിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഈ വെളിയിൽ നിന്ന് വന്ന ആളുകളെ കൊണ്ട് താമസിപ്പിച്ച് ആ നാട് മറ്റുള്ളവരുടെ രാജ്യമാക്കി മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് അറബികൾ പ്രശ്നമുണ്ടായത്. ഇന്നിപ്പോൾ കുടിയേറ്റത്തിന്റെ ഭാഗമായിട്ടും അതേപോലെ വിദ്യാഭ്യാസത്തിനും ജോലിക്ക് വേണ്ടിയും ഒക്കെ ധാരാളം ആളുകൾ യൂറോപ്പിലോട്ട് ചെന്ന് അതേപോലെ തന്നെ അവിടെയുള്ള ആളുകളുടെ ജോലി സാധ്യതകളും മറ്റും കുറഞ്ഞപ്പോൾ അല്ലെങ്കിൽ അവരുടെ സംസ്കാരവുമായിട്ട് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള സംസ്കാരം നമ്മളവിടെ കാണിക്കുമ്പോൾ ഇപ്പോൾ ഈ യൂറോപ്പിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ലേ? പല സ്ഥലത്തും ഈ ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകളോടൊക്കെ ഗോ ബാക്ക് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ പോകാൻ പറഞ്ഞിട്ട് അവർ പ്രശ്നം ഉണ്ടാക്കുന്നില്ലേ? ഇതൊരു ചെറിയ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകളാണ് അവിടെ ചെന്നിട്ടുള്ളതെങ്കിൽ അന്ന് ജൂതന്മാർ ചെന്നത് വലിയ കപ്പലിൽ ആയിരക്കണക്കിന് ആളുകളാണ് അവിടേക്ക് കൊണ്ട് തമ്പ് ചെയ്യിച്ച് പതുക്കെ അത് ലക്ഷങ്ങളായിട്ട് മാറി ആ നാട് അറബികളിൽ നിന്നും മാറ്റി ജൂതന്മാർക്കൊരു രാഷ്ട്രം ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ മനുജ മൈത്രി അറബികൾ വെറുതെ പോയിട്ട് ജൂതന്മാരുടെ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ
അത് ചരിത്രവുമായിട്ട് പുലബന്ധമില്ലാത്ത കാര്യമാണ്. നമുക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ചരിത്രം കുഴിക്കും.